ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുജി ഉന്നൂലും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു മോഡൽ കേപ്പ് ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനെ 4 ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ വേണ്ടത് 48 ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ 48 നമ്മളൊരു ക്ലോസ്ഡ് ഭാഗത്ത് നിന്നാണ് ഞാനൊരു 48 ഇഞ്ച് അളവെടുത്തിട്ടുള്ളത്. ആ ഒരു ഭാഗം നമ്മുടെ അടുത്തേക്കാക്കിയിട്ടാണ് അളവെടുക്കുമ്പോൾ വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിനുശേഷം അങ്ങനെ വെച്ചിട്ട് 4 ആക്കിയിട്ട് ഇതേ നല്ല പോലെ വൃത്തിയിൽ ഫോൾഡാക്കി മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് നമ്മൾ ബാക്കി വന്നിട്ട് ബാക്കി വന്നതാണ്. ഇത് നമുക്ക് കൈപ്പ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ മടക്കിയിട്ട് അവിടെ വെക്കാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഒരു ലാസ്റ്റാണ് വേണ്ടത്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് ശരിക്ക് ഇതാണ് നമ്മൾ ലൈനിങ്ങിന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിന് മുകളിൽ തന്നെ ലൈനിങ്ങിന് പാകാക്കി 4 ആക്കി മടക്കി വെച്ചിട്ട് സാധാരണ നമ്മൾ ടോപ്പിന് അളവെടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഷോൾഡർ ഞാനിവിടെ 7 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴ്ഭാഗത്തേക്ക് ചെസ്റ്റിൻ്റെ ലെങ്ത് ആയിട്ട് 7 എടുത്തിട്ടുണ്ട്. അതിനുശേഷം 10.5 11 ഇഞ്ച് നമുക്ക് എത്രയാണോ ചെസ്റ്റ് വേണ്ടതെന്ന് ഞാൻ കറക്റ്റ് അളവിൽ പറയുന്നില്ല. ഒറിജിനലായിട്ട് ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ചുരിദാറിൻ്റെ. അപ്പോൾ താഴ്ഭാഗത്ത് 3 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് കുറച്ച് ഒന്നുകൊണ്ട് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് വരയ്ക്കുന്നില്ല. ഈ ഒരു ആം ഹോളിൻ്റെ അവിടുന്ന് തൊട്ട് നേരെ താഴ്ഭാഗത്തേക്ക് തന്നെയാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. ഈ ഒരു സ്ഥലം നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് വരയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.5 ഇഞ്ചൊക്കെ ഉണ്ടാവും. ഇത് നമുക്ക് ഇവിടെ അലാസ്റ്റിക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുള്ള് അലാസ്റ്റിക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ ഹാഫ് അലാസ്റ്റിക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഷേപ്പ് ചെയ്തിട്ട് വരയ്ക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഷേപ്പിൻ്റെ ഭാഗം അവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. അങ്ങോട്ട് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. നേരെ അങ്ങോട്ട് താഴെ ഭാഗത്തേക്ക് വരച്ചു കൊടുത്തേക്ക് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഓപ്പണുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ നടുവിൽ നമ്മൾ ഓപ്പൺ വരുന്നേ ഉള്ളൂ. അപ്പോൾ ആം ഹോൾ +1 എടുത്തിട്ട് അതിന് ശേഷം താഴേക്ക് 3 ഇഞ്ച് എടുത്തിട്ട് നേരെ ഇങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്ത് വരച്ചു. കൈൻ്റെ അടിഭാഗം എടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു. ഇത്രയേ ഉള്ളൂ. നോർമൽ സ്ലീവിൻ്റെ ഞാൻ ഒറിജിനലായിട്ട് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ടോപ്പിൻ്റെ ഈ ഒരു മോഡൽ മാത്രമേ അതിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് പറയാത്തത്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് കേപ്പ് കട്ട് ചെയ്യാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ടോപ്പ് വെട്ടി വെച്ചിട്ടുള്ള ആ ഒരു പീസ് ഞാനിവിടെ കറക്റ്റ് ചെയ്തിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേപ്പിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന ഈ ഒരു ക്ലോത്ത്, അത് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ചുരിദാറിൻ്റെ ക്ലോത്ത് കൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ല വേറെ ഷിഫോൺ മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞാൻ ഈ ഒരു പീസിനെ 4 ആക്കിയിട്ട് മടക്കുകയാണ്. ഫസ്റ്റ് ഒന്ന് 2 ആയി ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ നല്ല കറക്റ്റ് ചെയ്തിട്ട് തന്നെ മടക്കുക കേട്ടോ. അപ്പോൾ നല്ല പോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കൂടി നിൽക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ വരുന്ന ഈ ഒരു സൈഡാണ് നമ്മുടെ അടുത്തേക്കായിട്ട് ചുരിദാറിൻ്റെ നമ്മുടെ ഒരു ഫ്രണ്ട് ഭാഗത്തേക്കായിട്ട് വരുന്ന ഈ ഒരു സൈഡിൽ വെക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ കഴുത്ത് ചെയ്തെടുക്കുക കേട്ടോ. ഫ്രണ്ട് നെക്ക് അതുപോലെ തന്നെ ബാക്ക് നെക്കൊക്കെ ഇവിടെ നമ്മൾ ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ ഇതിൽ നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു 3.4 കഴുത്തിൻ്റെ വീതിയായിട്ട് എടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴ് ഭാഗത്തേക്ക്, അപ്പം നമ്മൾ ഇതിന് ലെങ്ത് ആയിട്ട് 2 ലെങ്ത്ത് ഫ്രണ്ടിൻ്റെ ആണെന്നുണ്ടെങ്കിലും ബാക്കിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഒരുപോലത്തെ അളവ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ 3.5 ഇഞ്ച് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാൻ 3.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മാർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റൗണ്ട് നെക്ക് ആണെന്നുണ്ടെങ്കിൽ റൗണ്ട് നെക്കായിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നമ്മളധികം ഈ ഒരു നെക്കിന് ഫ്രണ്ട് നെക്കും അതുപോലെ തന്നെ ബാക്ക് നെക്കും ഒരേ ഇതിൽ തന്നെ അളവിൽ തന്നെയാണ് ചെയ്തിട്ട് എടുക്കാറുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഷേപ്പിലൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു കൈപ്പിന് എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു പീസ് ഇതിൻ്റെ നമ്മൾ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് കേട്ടോ, ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മളിത് ഇതുപോലെ ഇറക്കിയിട്ട് വെക്കുക. മറ്റേ ഭാഗമൊക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. കണ്ടില്ല, ഒരു 1/2 ഇഞ്ച് ഇവിടെ നമുക്ക് ഷോൾഡർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ.
അപ്പോൾ ഇത് ഈ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം കറക്റ്റ് ആയിരിക്കണം കേട്ടോ, നമ്മൾ ഈ ഒരു മുൻഭാഗത്തേക്ക് വരുന്ന ഈ ഒരു ഭാഗം. അപ്പോൾ ഇത് ഈ ഒരു അരയിഞ്ച് വിട്ടതിന് ശേഷം നമുക്ക് ബാക്കി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച പോലെ തന്നെ നമുക്ക് കഴുത്ത് എങ്ങനെയാണോ റെഡിയാക്കി വരച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ നമുക്ക് ഇതിലും കഴുത്ത് വരച്ച് കൊടുത്തിട്ട് ഇതിനെയും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഇനി നമ്മൾ ഈ ഒരു കൈപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഞാൻ ഇതിന് 12.5 എടുക്കുന്നത്. നമ്മുടെ തുണിയുടെ ലെങ്ത്തിനനുസരിച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗം വരെയാണ് ലെങ്ത്ത് ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മുടെ ഷേപ്പ്, ചുരിദാറിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് 12.5 13 ആ ഒരു ഇഞ്ചിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ 12.5 എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ 12.5 ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അംബ്രല്ല ഫ്രോക്കൊക്കെ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇതേ ഈ ഒരു അടയാളപ്പെടുത്തൽ. നമ്മൾ ആദ്യം വരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ദിമം തന്നെയാണ് നമ്മൾ താഴേക്ക് അടയാളപ്പെടുത്തി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം 12.5 ഞാൻ എടുത്തത് ഇവിടെ ഇങ്ങനെ റൗണ്ടിലായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഓപ്പൺ ആയിട്ട്, ഇവിടെ ഓപ്പൺ കേട്ടോ, മറ്റടുത്ത് നമ്മൾ കൂടി നിൽക്കുന്ന ഭാഗമാണ്, ഇവിടെയും കൂടി നിൽക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കഴുത്തിൻ്റെ ഇവിടെ ഒന്ന് വെട്ടിക്കൊടുക്കണം. കറക്റ്റിൽ തന്നെ നമ്മൾ താഴ് ഭാഗത്ത് കട്ട് ചെയ്തിട്ടുള്ള അതേപോലെ തന്നെയാണ് കേട്ടോ നെക്കിൻ്റെത്. ഈ ഒരു കേപ്പിൻ്റെ ഇതിലും കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ അടിഭാഗത്തെ ക്ലോത്തിലൊന്നും കൊള്ളാതെ നോക്കണം കേട്ടോ നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ. അപ്പോൾ ഇത് ഇനി കേപ്പിൻ്റെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, താഴ്ഭാഗത്തെ ക്ലോത്ത് കട്ടായി പോകരുത് കേട്ടോ. ഞാൻ കറക്റ്റിൽ നിങ്ങൾക്ക് അളവ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത്. അല്ലാതെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അടിഭാഗത്തുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് പോവാതെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് പിടിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ കേപ്പ് കട്ട് ചെയ്ത് നല്ല വൃത്തിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. വേറെ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും. ആ ഒരു കളറിൽ വരുന്ന ക്ലോത്തുകളാണെന്നുണ്ടെങ്കിലും ഭംഗി ഉണ്ടാവും കേട്ടോ. ഞാൻ ഇപ്പോൾ ഈ ഒരു കളറിൽ തന്നെയാണ് ഈ ഒരു ക്ലോത്ത് കൊണ്ട് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ ടോപ്പിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഷോൾഡർ. അപ്പോൾ ഇത് ഷോൾഡർ ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇതേ ലൈനിങ്ങും ഉപയോഗിച്ചിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം, എന്തായാലും ജോയിൻ ചെയ്തിട്ട് എടുക്കണം. കാരണം നമ്മൾ അവിടെ ഓപ്പൺ ഒന്നും ഇല്ലാത്ത ഭാഗം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതേ ഷോൾഡർ ജോയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അവിടെ കട്ടിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജോയിൻ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കേപ്പ് കട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ കുറച്ചും കൂടെ മുകളിലേക്ക് എടുക്കണം കേട്ടോ. കേപ്പ് നമ്മളൊരു അരയിഞ്ച് വിട്ടിട്ട് ഷോൾഡറിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഇനി ചുരിദാറിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് ടോപ്പിൻ്റെ നമ്മുടെ കേപ്പിൻ്റെ ആ ഒരു തുണിയും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതേ ഈ ഒരു ഇതിലിങ്ങനെ നല്ല പോലെ നെക്ക് കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നും കൂടെ കുത്തി കൊടുക്കുക. എന്നാൽ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തെന്നി നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ഒന്ന് അടിച്ച് വന്നിട്ടുണ്ട്, ഇതേ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു കറക്റ്റിൽ ഒരു അരയിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ സാധാരണ നെക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നല്ലൊരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ അതുവരെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് റൗണ്ട് ഭാഗം നല്ല പോലെ ഷേപ്പായിട്ട് കിട്ടുക. നമ്മൾ ഇത് ഉള്ളിലേക്ക് ഇട്ടിട്ട് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല പോലെ ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തത്. അപ്പം ഇനി ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ മറിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്തിലൂടെ എടുക്കുന്നത് കേട്ടോ. ഇതേ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇത് മറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ സാധാരണ നെക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നല്ല പെർഫെക്ഷനിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ ഒന്ന് പ്രസ് അടി കൊടുക്കുകയാണ് വേണ്ടത്. നല്ല പോലെ വലിച്ചു പിടിച്ചിട്ട് ഇവിടെ ഒന്ന് നല്ല പോലെ ഒരു പ്രസ് അടി കൊടുക്കുകയാണ് വേണ്ടത്. ഇത് നിങ്ങൾക്ക് അരയിഞ്ച് വിട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ സാധാ പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് മടക്കി അടിക്കണമെന്നുണ്ടെങ്കിൽ മടക്കി അടിക്കാം. ഞാനിതിന് ഓവർലോക്ക് ചെയ്തിട്ട് എടുത്ത് വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ. അപ്പോൾ ഞാനിവിടെ പ്രസ് അടിയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഞാൻ ഓവർലോക്കാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അടി മടക്കി അടിക്കണമെന്നുണ്ടെങ്കിൽ മടക്കി അടിച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വെച്ചിട്ടുണ്ട്.
എന്നിട്ട് അതിന് ശേഷം നമ്മൾ വെട്ടിയിട്ടുള്ള സ്ലീവിന് ഞാൻ ലൈനിങ് വെച്ചിട്ടില്ല കേട്ടോ, കാരണം ഇത് നെതിലടിക്കാത്ത ഒരു ക്ലോത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് സ്ലീവ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതൊക്കെ സാധാരണ നമ്മൾ നോർമലായി ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ സ്ലീവിൻ്റെ അടിയിൽ മടക്കി അടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. പ്ലീറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് 2 സ്ലീവും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് കൂട്ടി കൊടുക്കലുണ്ട്. പക്ഷേ സൈഡ് കൂട്ടി കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൈപ്പ് ഉള്ളിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിന് സ്ലീവ് കൂട്ടാൻ ഒരു പണിയുള്ള സ്ലീവൊക്കെ സൈഡൊക്കെ കൂട്ടി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ കൂട്ടി കൊടുത്താൽ മതി. ഓപ്പണൊന്നും ഇല്ലല്ലോ, സുഖമായിട്ട് അടിഭാഗം വരെ കൂട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് കൂട്ടി കൊടുത്തതിന് ശേഷം അലാസ്റ്റിക് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. കൂട്ടി കൊടുക്കുന്നതിന് മുൻപായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ സൈഡൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അലാസ്റ്റിക് വെക്കുന്നത്. പിന്നെ നമുക്ക് ലൈനിങ് മടക്കി അടിക്കണം, അതുപോലെ തന്നെ അടിഭാഗം മടക്കി അടിക്കണം. അത്ര തന്നെ ഉള്ളൂ പണി. പിന്നെ നമ്മുടെ ഇലാസ്റ്റിക് വെക്കുന്നതാണ്. ഇത് ഞാൻ ലൈനിങ്ങിൻ്റെ അടിയൊന്ന് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലോത്തിന് നമ്മൾ അടിയിൽ നെറിവ് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഞാൻ മടക്കി അടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ സൈഡ് കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൈപ്പ് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങരുത്. അപ്പോൾ ഇതേ നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഷേപ്പിൻ്റെ ഭാഗം വരെ എടുക്കണം. അപ്പോൾ ഇത് ഞാനൊരു 13 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 13 ഇഞ്ചിൽ നമുക്ക് 2 സൈഡിലും ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. മുൻഭാഗത്തും പിൻഭാഗത്തും മാർക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതേ ഞാനൊരു ഫ്രണ്ട് പീസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഭാഗം ഇലാസ്റ്റിക് അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 5, ഞാൻ 10 എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ 5 എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് 5 ഇതേ ഇവിടെ ഇങ്ങനെ ഈ ഒരു സെൻറ്ററിൽ എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇലാസ്റ്റിക് ഈ ഒരു നടുഭാഗത്ത് മാത്രമായിട്ട് വരില്ല, അല്ലാതെ ചുറ്റിനും വരും കേട്ടോ. അതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെയും സെൻറ്റർ ഭാഗത്ത് ഒരു 5 ഇഞ്ചിൽ ഞാനത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ലാത്തടത്തെല്ലാം കൂടെ നമുക്ക് ഇലാസ്റ്റിക് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതേ നമുക്ക് ഇനി ഈ ഇലാസ്റ്റിക് ഒന്ന് അടിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതേ നമുക്കിതിൻ്റെ ഹാഫ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കട്ടെ. ഇത് നമുക്ക് ഇത് ഫുള്ളായിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഫുള്ളായിട്ട് ടോപ്പിൽ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനെ ഞാൻ കറക്റ്റ് ചെയ്ത് പകുതിയാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുള്ളതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഹാഫ് മുറിച്ചെടുത്താൽ മതി കേട്ടോ ഇലാസ്റ്റിക്. എങ്കിലാണ് നമുക്കത് ഫുൾ ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരാനുള്ള ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുമ്പോൾ നമ്മൾ ബാക്ക് പീസും മുൻ പീസൊക്കെ ഇതിൽ ഒപ്പം ഒന്നായിട്ട് നമ്മൾ കൂട്ടി അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലാണ് നമ്മൾ മെഷീൻ സൂചി നമ്മൾ കുത്തി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ഇപ്പം മുൻഭാഗത്താണ് നമ്മൾ ഈ ഒരു കുത്തി വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ബാക്ക് പീസിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ അതുവരേക്കും നമുക്ക് ഇലാസ്റ്റിക് നല്ലപോലെ വലിച്ച് ഇങ്ങോട്ട് പിടിച്ചതിന് ശേഷം നമ്മുടെ അടിഭാഗത്ത് ക്ലോത്ത് ഒന്നും കുടുങ്ങിയിട്ടില്ലല്ലോ നോക്കിയതിന് ശേഷം നല്ലപോലെ വലിച്ച് പിടിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇലാസ്റ്റിക് നല്ലപോലെ വലിച്ചു പിടിക്കുക കേട്ടോ. ഇപ്പോൾ ഇത്രയൊന്നും പണിയില്ല. നമുക്ക് ഇലാസ്റ്റിക് ഫുള്ളായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഭംഗിയാവും. ഇത് പകുതിയായിട്ട് വെക്കുമ്പോൾ നടുഭാഗത്ത് മാത്രം നിറവില്ലാതെ സൈഡിൽ 2 സൈഡിലും നിറവുണ്ടായിട്ട് അങ്ങനെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് സെൻറ്റർ ഭാഗത്ത് നിർത്താതെ നേരിട്ട് തന്നെ അടിച്ചു കൊടുക്കാം. നമ്മൾ മുൻഭാഗത്തു നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് പീസിൽ നമ്മൾ അടയാളപ്പെടുത്തി മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം വരെ നമുക്ക് നല്ലപോലെ കറക്റ്റായിട്ട് ലൈനിൽ നിന്നൊന്നും മാറിപ്പോകാതെ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് നിറയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട് പീസിൽ മറിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വളഞ്ഞിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. ആദ്യം തന്നെ മാർക്ക് ചെയ്ത് വെച്ചിൻ്റെ ബാക്ക് പീസിലൂടെ വേണം കേട്ടോ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചീത്തവശത്തിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വരച്ചിട്ടുള്ള ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ വരയ്ക്കുക. അപ്പോൾ ലാസ്റ്റിക്ക് തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് ലാസ്റ്റ് തന്നെ ഒന്ന് കെട്ടിട്ടിട്ട് തുടങ്ങാം കേട്ടോ.
അപ്പോൾ ഇത് ഞാൻ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഈ ഒരു രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ ലാസ്റ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് വെച്ച് കൊടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും എൻഡ് ഭാഗമാണ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് ഇതിന് നെറിവിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷേ ഇത് കറക്റ്റായിട്ട് നോക്കുക, അറ്റാച്ച് ചെയ്യുന്ന ഭാഗം ഇതിൽ നിന്ന് വിട്ട് പോയതല്ല. ഞാനിത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമിൽ പെട്ടെന്നുള്ള ഇതിൽ ആ ഒരു ഭാഗം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വേഗത്തിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം, അതുപോലെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമുക്ക് നെറിവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഫുള്ളായിട്ട് നെറിവിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു ചെറിയൊരു പീസ് അതിൽ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ അത് തികയാതെ വന്നപ്പോൾ ഫുള്ളായിട്ട് നിറവിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസിൽ നമുക്കിത് ഫുള്ള് നിറയിടുമ്പോൾ അടിഭാഗത്ത് നല്ല പോലെ നിറവ് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത് 1 മീറ്ററാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 1 മീറ്ററും ഇതിന് ഫുള്ളായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇനി ഇങ്ങനെ നമ്മൾ എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള പീസുകളാണ് ഇതൊക്കെ. നമുക്ക് എത്ര ലെങ്ത്ത് ആണോ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കാം. കറക്റ്റ് ചെയ്തിട്ട് എല്ലാ ഭാഗവും കൂടെ കൂട്ടിയിട്ട് നല്ല ഭാഗമൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ഫുള്ളായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു അരിക് നമുക്ക് മടക്കി അടിക്കും വേണം. പിന്നെ അതുപോലെ ഒരു ഭാഗം നമുക്ക് വലിയ സ്റ്റിച്ച് ഉണ്ടല്ലോ, സ്റ്റിച്ചിൽ ഏറ്റവും വലിയ സ്റ്റിച്ചാണ് നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഫ്രോക്കിനൊക്കെ ചെയ്യാറുള്ള പോലെ, കുട്ടികളുടെ ഫ്രോക്കിനൊക്കെ ചെയ്യാറുള്ള പോലെ ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്നൊരു നൂലിങ്ങനെ പിടിച്ചിട്ട് ഇതിനെ അങ്ങനെ ചുളിച്ചിട്ട് വലിക്കുമല്ലോ. ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ ഞാൻ ഫ്രോക്കിനൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളപ്പോൾ എന്തായാലും ഇതിലും ചെയ്യുന്നതായിരിക്കും. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ വീഡിയോസൊക്കെ ഒന്ന് ഇടട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ഫോട്ടോ ആണ് ഇതിലുള്ളത്. അപ്പോൾ മറ്റേ എനിക്ക് പെട്ടെന്ന് തിരക്കിൻ്റെ ഇടയിൽ എടുക്കാൻ പറ്റാതെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ പുതിയ ചാനലാണല്ലോ, ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുള്ളവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഉടൻ തന്നെ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടേക്ക് കെയർ, ബൈ.